എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയും നമ്മുടെ താരമായ രേണുസുതി തന്നെയാണ്. ബിഗ് ബോസ് എൻട്രി താരമാണ്. ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു 1-ാം സമ്മാനം അടിച്ചെടുക്കാൻ കഴിയുന്ന അത്രമാത്രം അഭിനയ മികവുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞില്ല, അയ്യോ അത് അങ്ങനെയായിരുന്നു, ഞാനിപ്പോൾ പറഞ്ഞു എന്നൊക്കെ ഒരു നിമിഷം കൊണ്ട് തന്നെ പ്ലേറ്റ് മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന് പറയുന്നത്. നമ്മൾ ഒരുവിധപ്പെട്ട വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു രേണുസുതിയുമായി ബന്ധപ്പെട്ട കാര്യം. എന്താണ് നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഇതാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുടെ കമന്റ് ഇനിയും കാണാൻ വയ്യാത്തത് കൊണ്ടാണ് അത് അവിടെ ഉപേക്ഷിച്ചത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീഡിയോസ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് രേണുസുതി ഈ സുധിച്ചേട്ടന്റെ മരണശേഷം ഇവർക്ക് വീട് ലഭിച്ചല്ലോ. ആ വീട് ലഭിച്ച സമയത്ത് ഇതിന് മേൽനോട്ടം വഹിച്ചത് രേണുസുധിയുടെ അച്ഛനായ തങ്കച്ചൻ തന്നെയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളും പിന്നീട് ഇപ്പം അവിടെ ചോരുന്നു ഇവിടെ ചോരുന്നു, ജിപ്സ് ഇവിടെ പൊളിയുന്നു, അതിലിടിഞ്ഞു താഴുന്നു, മൊത്തത്തിൽ കൊള്ളാത്ത വീട്, ഞങ്ങൾക്ക് 2 മുറിക്ക് ഒരു കൂര മതിയായിരുന്നു, അത് അവർ വെച്ച് തന്നേനെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞു ഇത് ചെയ്യാനായിട്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗുകളുണ്ട്. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് കേട്ടു നോക്കാം. എന്തായാലും രേണുസുധിയുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നമുക്കത് കേട്ടിട്ട് വരാം. എന്താണ് തോന്നുന്നത്? വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഞാനിവിടെ ഉണ്ട്. പക്ഷേ എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ്. സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ടും പണി ചെയ്തിട്ടുണ്ട്. ഇപ്പം സുഖമില്ലാതൊക്കെ ആയതുകൊണ്ട് പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളത് പറയാൻ വാക്കുകളില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത് കേട്ടോ. അതായത് എനിക്കിത് പറയാൻ വാക്കുകളില്ല, അത്ര മനോഹരമാണ്. ഞാനൊരു കെട്ടിട തൊഴിലാളിയാണ്, എനിക്കിപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഞാൻ വെച്ചാൽ പോലും ഇത്ര മനോഹരമായി ചെയ്യില്ല, ഇത്രയും മനോഹരമായി തന്നല്ലോ, സൂപ്പറാണ്, ഇതിന് ഞാൻ ഒരു ദിവസം വീട്ടിൽ പോയി പറയും എത്ര മനോഹരമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, വേറെ ഒന്നും നിങ്ങൾ തോന്നല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. അതായത് അത്രമാത്രം നല്ല അഭിപ്രായം പറഞ്ഞ തങ്കച്ചൻ ചേട്ടൻ ഇപ്പൊ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. തങ്കച്ചൻ ചേട്ടൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടിട്ട് വായോ. അങ്ങനെ വീടിന്റെ അവസ്ഥ, ഈ സാധനം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്നു. മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണേ. മനപ്രയാസം കൊണ്ട് പറയാം, നിങ്ങൾക്ക് വലിയ വീടല്ല, അവർ അന്തസ്സായിട്ട് 2 വീടും 2 മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും. ഇദ്ദേഹത്തിനാണ് ആര് പറഞ്ഞു, ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളെ ഒന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. അവനോട് ആര് പറഞ്ഞു എനിക്ക് വീട് വെച്ച് തരാം, ഞങ്ങൾക്ക് വീട് വെച്ച് തരാം? അവനോട് ആര് പറഞ്ഞു ഇത് ഇത് മനുഷ്യൻ താമസിക്കൂ, എന്തുവാ ഇത്, ഇത് എങ്ങനെയുണ്ട് ഈ പറഞ്ഞ വ്യക്തി? തീർന്നിട്ടില്ല. തങ്കച്ചൻ ചേട്ടനെ മറികടക്കുന്ന തരത്തിലുള്ള അഭിനയമാണ് നമ്മുടെ രേണുസുതിക്കുള്ളത്. രേണുസുതി നമ്മുടെ ബിഷപ്പ് വസ്തു കൊടുത്ത സമയത്ത് ബിഷപ്പിനെ കാണാൻ പോകുന്ന ഒരു കുറച്ച് രംഗമുണ്ട്. അതായത് കണ്ടതിന് ശേഷം വന്നെന്ന് അത് കിട്ടിയതിൽ സന്തോഷവും എനിക്കത് ഏതൊരു ബഹുമാനമാണ്, നേരിട്ട് സംസാരിക്കാൻ പോലും സാധിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. നമുക്ക് തിരുമേനിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതല്ല, എന്താ പറയാ, ഞാൻ സത്യം പറഞ്ഞാൽ തിരുമേനിയുടെ മുഖത്ത് പോലും തോന്നില്ല. അത്ര നമ്മൾ പള്ളിയായിട്ടൊക്കെ നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പിതാവിനെ പോലുള്ളവരെ കാണുമ്പോൾ പോലും നമുക്ക് അധികം അങ്ങനെ മിണ്ടുന്ന നമുക്ക് ബഹുമാനമാണ്. നമ്മൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, സുധിച്ചാറിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ എന്നും അദ്ദേഹത്തോട്, പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ്. മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാകത്തുള്ളൂ, സന്തോഷം, സ്നേഹം. ഈ രേണുസുതി തന്നെ ബിഷപ്പോ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയും, അടുത്ത ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയും. അതുപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വ്യക്തിഹത്യ ചെയ്യാൻ താല്പര്യമില്ല. അതായത് എന്തൊക്കെയോ പറയാനുണ്ട്, ഈ ബിഷപ്പിനെ കുറിച്ച് എന്തോ മോശം പറയാനുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. എനിക്ക് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത്, പല മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം, കാരണം പറയാനുള്ള ഒരുപാടുണ്ട് പറയാൻ. എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല, ഒന്നല്ലോ പറയുന്നത്. പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഇന്റർവ്യൂ ഞാൻ നല്ലതെന്ന് പറയും, മറ്റേ ഇന്റർവ്യൂ ഞാൻ മോശമെന്ന് പറയും, വേറെ ഇന്റർവ്യൂ ഞാൻ നല്ലതെന്ന് പറയും, അടുത്ത ഇന്റർവ്യൂ മോശം. ഇത് തന്നെയാണ് സ്ഥിരത ഇല്ലാതെ പറയുന്ന കാര്യം. എന്ത് പറയാൻ കേട്ടല്ലോ. ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക എന്ന് പറയത്തില്ലേ, പാമ്പ്, നമുക്ക് അങ്ങനെയാണല്ലോ. ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ രേണുസുതിക്ക് വീട് വെച്ച് കൊടുത്തതായാലും വസ്തു കൊടുത്തവരുടെ ആയാലും അവസ്ഥ. അപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് നമ്മുടെ ബിഷപ്പ് കാണാനിടയായിക്ക. അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ള എന്താണെന്ന് അദ്ദേഹം ഒരു വോയിസ് ക്ലിപ്പിലൂടെ പറയുന്നുണ്ട്. നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം. പക്ഷേ
സത്യം പറഞ്ഞുണ്ടല്ലോ ഇങ്ങനൊരു ഇനി നമ്മുടെ തങ്കച്ചൻ പറയുന്നുണ്ട്, ഇനി ആർക്കും നിങ്ങൾ ആരുടെയെങ്കിലേക്ക് ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാലോ ഇങ്ങനെയുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള വീടുകൾ വെച്ച് കൊടുക്കരുതേ ഒരു വാക്ക് നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോ തങ്കച്ചൻ ചേട്ടൻ അങ്ങനെ പറയണ്ട, ഇനിയിപ്പോ ആരും അങ്ങനെ ചെയ്യില്ല. കാര്യം ഒരനുഭവം മുമ്പിൽ വന്നവർക്ക് ഇനി അവരത് ചെയ്യുമോ? നമ്മൾ ചൂടുവെള്ളത്തിൽ ചവിട്ടിയ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയും. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിങ്ങളെ സഹായിച്ച എല്ലാവർക്കും. നിങ്ങൾ എല്ലാവരെയും ഒരേപോലെ ഇങ്ങനെ വിമർശിച്ച് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ട് പറഞ്ഞ് അതൊക്കെ ക്ലിയർ ചെയ്ത് വിടാമായിരുന്നു. ഇത് അതിനൊന്നും ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളെല്ലാം ഇങ്ങനെ വന്നിന്ന് പറയും, ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും മോളും എല്ലാം അമ്മയില്ല ദീപമേ, ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞില്ല, അച്ഛനും മോളും അല്ല ചേച്ചി ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഫാമിലി ഫുള്ളായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഇത്രയും ചെയ്തു തന്നവരെ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്താ പറഞ്ഞ അംഗീകരിക്കുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞിട്ട് എങ്ങോണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും അവരെ ഇങ്ങനെ വിമർശിക്കരുതായിരുന്നു. എന്തായാലും ആ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ ചെറിയൊരു ഡയലോഗ് നമുക്കൊന്ന് കേട്ട് വരാം. ഓരോന്ന് കൊടുക്കാനൊക്കെ ഉള്ളതൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മുടെ സാഹചര്യം എനിക്ക് ജോലിയെടുക്കാൻ മേലാതായിപ്പോയി. 2 ഓപ്പറേഷൻ, അറ്റാക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ ഈ പോസ്റ്റ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ, അത് സുതി മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ആരെങ്കിലും തന്നാൽ ഉള്ള ആ ഒരു രീതിയാണ് വരെയും ഈ സ്ഥലം തന്ന ആ തിരുമേനി ഇദ്ദേഹത്തിന് വേണ്ടി രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ആ പ്രാർത്ഥനയിലുണ്ട്. കേട്ടല്ലോ പറയുന്നത്, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവസേന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയൊക്കെ അവരെ ആക്ഷേപിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇതിനൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. ഓരോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ രീതിയിൽ എനിക്ക് പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ എനിക്കും നല്ലത് പറയണം എന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ബിഷപ്പിന്റെ വോയിസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇതുപോലെ ആരോപണങ്ങൾ പറഞ്ഞല്ലോ, സ്ഥിരതയില്ല, ഒരു തവണ പറഞ്ഞ കാര്യമല്ല വീണ്ടും പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നതെന്ന് ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ ഞാൻ കണ്ടു. അപ്പം ഈ അച്ഛന് അതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്ഥലം കൊടുത്തു, അവർക്ക് 7 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. കൊടുത്തതാണോ സ്ഥിരത ഇല്ലാതായിട്ട് കണ്ടത് അവര്? അപ്പൊ അതിന് ഉത്തരം എനിക്ക് ഒന്നേ പറയാനുള്ളൂ. സ്ഥിരതയില്ലാതായിട്ട് അവർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിവിധ ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തു. വിവിധ ചാനലുകൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ചാനലുകളിൽ വരുമ്പോഴാണ് ഈ രേണുസുതി അത് കേൾക്കുകയോ മറ്റുള്ളവർ വഴി കാണുകയോ അറിയുകയോ ചെയ്തിട്ടാണ് പറയുന്നത് ഞാൻ സ്ഥിരതയില്ലാതെ ഉത്തരം പറയുന്നുവെന്ന്. ഇന്ന് വരെ രേണുസുതിയെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പോ കേട്ടറിവ് വെച്ചിട്ട് ഇപ്പം അച്ഛനും രേണുസുതിയൊക്കെ അടുത്തടുത്താണ് താമസിക്കുന്നത് അല്ലേ? ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ നിന്ന് എന്റെ താമസ സ്ഥലത്ത് നിന്ന് ഏകദേശം 30 മീറ്റർ മാത്രം ദൂരയിലാണ് രേണുസുതി. അപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഈ ഒരു വിഷയത്തെ തുടർന്ന് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് വല്ല ഗ്രഡ്ജോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് ഇടയിൽ? രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ വീട് വെച്ചിട്ട് ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതൽ ഈ വീട്ടിൽ താമസിച്ചിട്ട് പോലുമില്ല. അവർ കൂടുതൽ സമയം ലൊക്കേഷനുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന രേണുസുതിയുടെ എനിക്ക് തോന്നുന്നു ഈ മരണം നടന്ന സമയത്ത്, അല്ല മരണമല്ല, അതിന്റെ 2ാമത്തെ വാർഷിക സമയത്ത് അച്ഛനായിരുന്നില്ലേ അവിടെ വീട്ടിൽ പോയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലേ? 2ാം ചരമവാർഷിക ദിനത്തിൽ ഇവരുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ 3 മണി സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ബന്ധുമിത്രാദികൾ ഉണ്ടായിരുന്നു. രാവിലത്തെ അവരുടെ ചടങ്ങുകളൊക്കെയും കഴിഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. അവരുടെ വീട്ടിൽ പോയി 2 മിനിറ്റ് അവരുടെ പിതാവ് തങ്കച്ചൻ, PG തങ്കച്ചൻ എന്നെ ക്ഷണിച്ച പ്രകാരം അവരുടെ വീട്ടിൽ ചെന്ന് 2 മിനിറ്റ് ഞാൻ പ്രാർത്ഥന ചൊല്ലി മടങ്ങി വരികയാണ് ചെയ്തത്. നിങ്ങൾ അദ്ദേഹം പറയുന്നത് സത്യം പറഞ്ഞാൽ ഇനി ഈ ഒരു രീതിക്ക് ഇനി ആരെങ്കിലും ഇവർക്ക് ഇങ്ങനെ സഹായങ്ങൾ ചെയ്യുമോ? ഈ ബിഷപ്പ് അതായത് ഈ 2ാമത്തെ ചരമവാർഷികത്തിന് പോലും വിളിച്ച് ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ മോശം പറയാൻ പാടുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും എന്തെങ്കിലും ഒരു ഉപകാരം, 1 രൂപയുടെ ഉപകാരമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിക്കണം, അല്ലാതെ ഇങ്ങനെ നിന്ദിക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വേണ്ടുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ സഹായം ചെയ്യാൻ ആളുകൾ മടിക്കും. ഇനി അർഹതപ്പെട്ടവർക്ക് പോലും ഈ സഹായങ്ങൾ കിട്ടാതെ വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മുടെ സുധിച്ചേട്ടനുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ചേച്ചിയും സുധിച്ചേട്ടനും തമ്മിൽ പ്രണയത്തിലായിട്ട് എപ്പോഴാണ് ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചേച്ചീനെ? ഒരു 2, 3, 4, 5 മാസം കഴിഞ്ഞിട്ടാണ്. അതെ, അതിനിടെ നിങ്ങൾ വിവാഹം കഴിഞ്ഞിരുന്നോ അതോ? ഇല്ല, അത് ഫ്രണ്ട്സിനെ കണ്ടിട്ട് ശേഷമാണ് താലി മിന്നു കിട്ടുന്നത്. കേട്ടല്ല പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2-3 മാസം കഴിഞ്ഞാണ് ഞങ്ങളുടെ മിന്നി കെട്ടെന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു ഇന്റർവ്യൂവില് വീണ സുധിയുമായി പിരിയാൻ കാരണം നിങ്ങൾ തമ്മിലുള്ള അവിഹിതമല്ലേ, അതെങ്ങനെ വരും? ഞാനും സുധിച്ചേട്ടനെ കാണുന്നത് 2017 ഡിസംബറിലാണ്. ആ ദിവസം തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു.
പറയുന്ന വാക്കിന് ഒരു തരത്തിൽ ഒരു മാറ്റി അപ്പം തന്നെ അങ്ങ് മാറ്റി പറയുമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് രേണു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നത്? നമുക്ക് എന്തായാലും ആ വീഡിയോ കൂടെ കാണാം. 2016 ഈ സ്ത്രീ ഈ വീണ എന്ന് പറയുന്ന ആ ചേച്ചി സുധിച്ചേട്ടനുമായിട്ട് അകലുകയും 2018 നിങ്ങളുടെ വിവാഹം? 2017 നിങ്ങളുടെ വിവാഹം. അതിനു മുമ്പ് തന്നെ രേണു ചേച്ചിയുമായിട്ട് സുധിച്ചേട്ടന്റെ ബന്ധമുണ്ടെന്ന്. സുധിച്ചേട്ടനെ ഞാൻ കാണുന്നത് തന്നെ 2017 ഡിസംബർ മാസത്തിലാണ്. ആ ഒരു ഒറ്റ മാസം പോലും എടുത്തില്ല ഞങ്ങൾ സംസാരിക്കാനും കാണുന്നത്. എനിക്ക് സുധിച്ചേട്ടന്റെ നമ്പർ പറഞ്ഞതും പച്ചക്കള്ളം തന്നെയാണ്. ഇത് ഞാൻ പറയുന്നു, ഇത് പച്ചക്കള്ളവല്ല, അതിലപ്പുറം കള്ളമാണ്. അതിനു മുമ്പ് കള്ളമാണ്. ആ സ്ത്രീ പറഞ്ഞ ഇത് കള്ളം. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റ് ആയ ശേഷമാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അല്ലേ? പിന്നല്ലാതെ ഇവര് സുധിച്ചേട്ടൻ ഞാൻ വന്നപ്പോ കിച്ചു ഉണ്ടല്ലോ, കിച്ചുവിന് 12-11 വയസ്സുള്ള കുട്ടിയല്ലേ, അവനും സുധിച്ചേട്ടനും ഒറ്റക്കുള്ളപ്പോഴല്ലേ ഞാൻ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഒരു ഭാര്യയുള്ള ഒരാളെ ഉണ്ടല്ലോ നിങ്ങള്. അതായത് രണ്ടും പറഞ്ഞത് രേണു തന്നെ അല്ലേ, രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി തന്നെയല്ലേ രണ്ടും പറഞ്ഞത്? അതെ. അപ്പൊ ഈ രണ്ടിലും പറഞ്ഞത് തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് എന്തും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രേണു. രേണുവിന് ഇതൊന്നും ഒരു ബാധകമേ അല്ല. ഇത് കണ്ടിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരോടാണ് പറയേണ്ടത്. ഇവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർ പറയുന്നത്, അല്ലാതെ ആരുടെയും വീട്ടിൽ നിന്ന് സങ്കല്പിച്ച് കൊണ്ടുവരുന്ന കഥയോ തിരക്കഥയോ ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇവരെ പോലെ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് അർഹതപ്പെട്ടവർക്ക് പലതും നഷ്ടപ്പെടുത്താനായിട്ട് കാരണമായി തീരുന്നുണ്ട്. ഇവർ ഈ വീടിന്റെ പേരിൽ ഇത്രയും കോളിലൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇനി ഒരു പാവപ്പെട്ടവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ മറ്റുള്ളവർ മടിക്കും. കാര്യം ഈ ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണുക എന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.